സത്യം പറഞ്ഞാൽ ഷബീർ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാര്യം അദ്ദേഹത്തിന് അങ്ങനെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങള് ഇദ്ദേഹം അവകാശപ്പെടുന്നത് പോലെ എല്ലായ്പ്പോഴും വ്യവസ്ഥാപിത രീതികളെല്ലാം പാലിച്ചും ആ നടപടിക്രമങ്ങളെല്ലാം എന്താ പറയാ ചിട്ടയായി തന്നെ പൂർത്തീകരിച്ചൊക്കെയാണോ ചെയ്യാറ്? എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും ഇതിനു മുമ്പ് കേരളത്തിൽ നടത്തിയ, ഞാൻ 10-30 വർഷമായിട്ട് മാധ്യമ പ്രവർത്തന രംഗത്തുള്ള ഒരാളാണ്. നമുക്കറിയാം, കേരളത്തിലെ ഏറ്റവും ശക്തമായ പ്രതിഷേധ സമരങ്ങൾക്ക് എല്ലാ കാലത്തും നേതൃത്വം കൊടുത്തിട്ടുള്ള ഒരു സംഘടനയാണ് ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും ഒക്കെ. സിപിഎമ്മിന്റെ ഈ രണ്ട് സംഘടനകൾ നടത്തിയിടത്തോളം പ്രതിഷേധ സമരങ്ങൾ കേരളത്തിൽ മറ്റൊരു സംഘടനയ്ക്കും നടത്താൻ പറ്റിയിട്ടില്ല, നടത്തിയിട്ടുമില്ല. ആ ഡിവൈഎഫ്ഐയും എസ്എഫ്ഐയും എന്നു മുതലാണ് ഈ ചട്ടപ്പടി സമരങ്ങളുടെ ആളുകളായി മാറിയത്? എന്തുകൊണ്ടാണ് ഈ സംഘടനകൾക്ക് സമര സംഘടനകൾ എന്ന പേര് തന്നെ വന്നത്? സമരപുളകങ്ങളുടെ സിന്ദൂരമാലകൾ ഹൃദയത്തിലും എന്താ പറയാ തലച്ചോറിലൊക്കെ സൂക്ഷിക്കുന്ന, തങ്ങള് ഇതുവരെ നടത്തിയ ഐതിഹാസിക സമരങ്ങളുടെ പേരിൽ അഭിമാനം കൊള്ളുന്ന സംഘടനകളല്ലേ എസ്എഫ്ഐയും ഡിവൈഎഫ്ഐ ഒക്കെ. അങ്ങനെയുള്ള സംഘടനകളെ എല്ലാ കാലത്തും ആ രീതിയിൽ വളർത്തിയെടുത്തിട്ടുള്ള സിപിഎം പോലുള്ള ഒരു സംഘടന ഇപ്പോ കെഎസ്യുവും അതുപോലെ യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും അല്ലെങ്കിൽ യുവമോർച്ചയൊക്കെ നടത്തുന്ന സമരങ്ങൾ മുൻകൂട്ടി നോട്ടീസ് നൽകി പോലീസ് സ്റ്റേഷനിൽ പോയി വിവരം പറഞ്ഞ് ഞങ്ങൾ ഇന്ന സ്ഥലത്ത് കരിങ്കുടിയായിട്ട് നിൽക്കുന്നുണ്ടാവും, അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ അവിടെ എത്തി ഞങ്ങൾ ഇങ്ങനെയൊക്കെ സമരം നടത്താൻ പറ്റുമോ? മാത്രമല്ല, കല്യാശ്ശേരിയിലെ സമരത്തിന്റെ അടിസ്ഥാന കാരണം എന്താ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് താങ്കൾക്ക് ഞാനൊരു കാര്യം, സാർ എന്നെ കോട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടാണ്, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് സാർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ സാർ പറയുന്ന ഇടപെടില്ല. ഞാൻ പറയാത്ത കാര്യം സാറ് പറഞ്ഞുകൊണ്ടാണ് ഇടപെടേണ്ടി വരുന്നത്. ഞാൻ എന്താണ് സാറെ പറഞ്ഞത്? സാറിന് 30 വർഷത്തെ മാധ്യമരംഗത്തെ പരിചയമുള്ള ആളാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം, അധികം നാള് പുറകിലേക്കൊന്നും പോകണ്ട, എസ്എഫ്ഐയും ഡിവൈഎഫ്ഐയും സമരസംഘടന തന്നെയാണ്. ഇപ്പോൾ ഗവർണർക്കെതിരെ സമരം നടക്കുന്നു. ആ സമരത്തെ എങ്ങനെയാണ് എസ്എഫ്ഐ ആ സമരം അവര് കരിങ്കൊടി കാണിക്കുമെന്ന് പറഞ്ഞ ആ സമരത്തിന് മുൻപ് തന്നെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഈ കാവ്യവൽക്കരണത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചു. ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നല്ല, കേരളത്തിലെ ഒരു ക്യാമ്പസിലേക്കും ശരി, ആ ഒരു സമരത്തിന്റെ രീതിയും പശ്ചാത്തലവും എന്തുകൊണ്ടായിരുന്നു അങ്ങനെ സംഭവിച്ചതെന്നുള്ള കാര്യം ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഘട്ടം കൂടിയാണ്. അല്ലെങ്കിൽ ശരി, ഷബീർ മനസ്സിലായി. അദ്ദേഹത്തിന്റെ വാദം പൂർത്തിയാകട്ടെ. അത് സാർ എന്നെ കോട്ട് ചെയ്ത് പറയുന്നത്, സാറിന്റെ അഭിപ്രായം സാറിന് സൂചിപ്പിക്കാം, അതിന് യാതൊരു തടസ്സമില്ല. എന്നെ കോട്ട് ചെയ്ത് പറയുന്നത് അത്രേ ഉള്ളൂ. ഷബീറ പറഞ്ഞതിന്റെ ഒരു അനുബന്ധം ഞാൻ പറയാം. ഇതേ സമരം, ഗവർണർക്കെതിരെ എസ്എഫ്ഐ നടത്തുന്ന ഈ സമരം UDF സർക്കാർ അധികാരത്തിൽ ഇരിക്കുമ്പോഴാണ് നടത്തുന്നതെങ്കിൽ ഇത്ര സംയമനത്തോടെ, ഇത്ര സമാധാനത്തോടെ, ഇത്ര പോലീസിനൊക്കെ വളരെ അരുമയാനമായ രീതിയിൽ വഴങ്ങിക്കൊടുക്കുന്ന യുവാക്കളായി ആ സമരരംഗത്തെ സമരപടന്മാർ മാറുമായിരുന്നു. ഇപ്പോ എന്ന് പറഞ്ഞാൽ ഡിവൈഎഫ്ഐയുടെയും എസ്എഫ്ഐയുടെയും ഏറ്റവും വലിയ പ്രശ്നം, അവർ ഇതുവരെ നടത്തിപ്പോകുന്ന രീതിയിൽ അവർക്ക് സമരം ചെയ്യാൻ പറ്റുന്നതൊക്കെ കാരണം അവരുടെ മാതൃസംഘടനയാണ്, അവരെയും ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനമാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ സമര രീതികളിൽ അവർക്ക് പോലും ഉൾക്കൊള്ളാനാവാത്ത ഒരു സമാധാനവും അതുപോലെ തന്നെ ആ സംയമനവും വരൂ എന്ന് മനസ്സിലാക്കിയാൽ മതി. അതിനപ്പുറത്തേക്ക് നമ്മൾ അതിനെ കാണണ്ട. പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. കല്യാശ്ശേരിയിലെ സമരത്തിന്റെ അടിസ്ഥാന കാരണം, അതുവരെ കോൺഗ്രസ് ഒരു സമരപ്രഖ്യാപനം നടത്തിയിട്ടില്ല, യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപിച്ചിട്ടില്ല, ലീഗ് പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷെ അവിടെ ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടായി. നമ്മൾ ഏത് ചരിത്രം പരിശോധിക്കുമ്പോഴും അവിടെ ഒരു ഇമ്മീഡിയറ്റ് കോസ് ഉണ്ട്. ആ ഇമ്മീഡിയറ്റ് കോസ് എന്ന് പറയുന്നത് ആ നവകേരള സദസ്സിന്റെ ഭാഗമായിട്ട് ഒരു സമരപ്രഖ്യാപനവും നടത്താത്ത, അതുവരെ ഒരു കരിങ്കൊടി സമരവും നടത്തിയിട്ടില്ലാത്ത അല്ലെങ്കിൽ നടത്തുമെന്ന് പ്രഖ്യാപിക്കാത്ത യൂത്ത് കോൺഗ്രസിന്റെയും അതുപോലെ തന്നെ KSUവിന്റെ ഒക്കെ നേതാക്കളെ കരുതൽ തടങ്കലിലാക്കി. അപ്പൊ ആരാണ് ഇമ്മീഡിയറ്റ് കോസ് ഉണ്ടാക്കിയത്? അതായത് സർക്കാരിന്റെ ഒരു പരിപാടി നടക്കുന്നു, ആ പരിപാടിക്കെതിരെ കോൺഗ്രസ് ഒരു ബഹിഷ്കരണ അല്ലാതെ അല്ലെങ്കിൽ മുസ്ലിം ലീഗോ കോൺഗ്രസോ UDF തന്നെയോ അല്ലെങ്കിൽ BJPയോ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്രത്യക്ഷ സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടില്ല, കരിങ്കൊടി കാണിക്കാൻ ആഹ്വാനം ചെയ്തിട്ടില്ല, കല്ലെറിയാൻ ആഹ്വാനം ചെയ്തിട്ടില്ല. എന്നിട്ടും അതിന്റെ മുൻകരുതൽ എന്നോണം കുറെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കരുതൽ തടങ്കലിലാക്കി. ആ കരുതൽ തടങ്കലിനെതിരെയുള്ള ഒരു പ്രതിഷേധമായിട്ടാണ് കല്യാശ്ശേരിയിലെ ആദ്യത്തെ കരിങ്കൊടി പ്രകടനം നടക്കുന്നത്. ആ ആദ്യത്തെ കരിങ്കൊടി പ്രകടനത്തോട്
ഡിവൈഎഫ്ഐയും പോലീസും പ്രകടിപ്പിച്ച ആ ഒരു എന്താ പറയാ അനാവശ്യമായിട്ടുള്ള ഒരു വാശി, അല്ലെങ്കിൽ അത്രത്തോളം എത്തേണ്ട ഒരു കാര്യമില്ല, അത്രത്തോളം ഭീകരമായിട്ട് അവരെ തല്ലി ചതയ്ക്കേണ്ട കാര്യമില്ല. അതിന് ഈ തല്ലിന് വെക്കേണ്ട ഒരു മര്യാദ, ഒന്ന് കഴുത്തിന് പിടിച്ച് തത്തിച്ച് റോഡിന് വെളിയിലേക്ക് വിടുക എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ബോക്സിംഗ് പരിശീലനം പോലെയാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസ്സുകാരൻ നെഞ്ഞത്തിടിക്കുന്നത്. അതുപോലെ തന്നെ ചെടിച്ചട്ടി കൊണ്ടടിക്കുന്നു, ഹെൽമറ്റ് കൊണ്ടടിക്കുന്നു, കമ്പി ഒടി കൊണ്ട്, ഇതൊക്കെ പോലീസിന്റെ അടിക്ക് പുറമേയാണ് ഡിവൈഎഫ്ഐക്കാരുടെ ബോണസ് അടികളാണ്. അത്തരം ഒരു അടിയെ നമുക്ക് എങ്ങനെ ന്യായീകരിക്കാൻ പറ്റും? അങ്ങനെ ഒരു അടി നടത്തിയിട്ട് അത് കണ്ണുകൊണ്ട് കണ്ടില്ല എങ്കിൽ പോലും പിന്നീട് കാണാനുള്ള എത്രയോ അവസരങ്ങൾ ഉണ്ടായിട്ട് മുഖ്യമന്ത്രി ന്യായീകരിച്ചതല്ലേ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഈ സമര പരമ്പരകൾ അവിരാമം തുടരാൻ, അനുസ്യൂതം തുടരാൻ പ്രേരണയായത്? പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.